ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ എസ് ഡി ഓഡിയോ ടെക്കിൻ്റെ ഒരു സൂപ്പർ ബോർഡാണ്. സൂപ്പർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു അപെക്സിൻ്റെ സർക്യൂട്ടിൻ്റെ ബേസിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപെക്സിൻ്റെ സർക്യൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഓഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ബോർഡ് നമുക്ക് സബ് വൂഫറിനും ചാനലിനും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ടോൺ ക്വാളിറ്റി നല്ല രസമാണ്. ചാനലിന് വേണ്ടി ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലൊരു ക്വാളിറ്റി ഇതിൽ ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്നാൽ ഇത് സബ് വൂഫറിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഈ സർക്യൂട്ട് ഞാൻ പല പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുള്ളൊരു സർക്യൂട്ടാണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഓഡിയോ ക്വാളിറ്റിയാണ്. ബാസ്, ട്രബിൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പ്രീ ആംബ് യൂസ് ചെയ്തില്ലെങ്കിൽ പോലും വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ഐപോഡിൽ നിന്നോ ഏതെങ്കിലും മ്യൂസിക് പ്ലെയറിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ടോൺ കൺട്രോൾ ഇല്ലാതെ തന്നെ നമ്മളിതിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ബാസും ട്രബിളും നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. നല്ല ഒരു റെസ്പോൺസ്, ഫ്രീക്വൻസി റെസ്പോൺസ് ഉള്ള ഒരു സർക്യൂട്ടാണ് ഈ ഒരു സർക്യൂട്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യം, നല്ല ക്വാളിറ്റി ഉള്ള കമ്പോണൻസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതിലിട്ടിരിക്കുന്ന കമ്പോണൻസ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡ് നമുക്ക് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഓൺ ആക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഡ്രൈവർ ട്രാൻസിസ്റ്ററൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഓൺ ആക്കുന്ന അതേ സമയത്ത് തന്നെ ഔട്ട്പുട്ടിൽ ഒരു 6-7 വോൾട്ട് DC വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സർക്യൂട്ടിൽ, അതായത് ഇപ്പോൾ എസ് ഡി ഓഡിയോ ടെക്കിൻ്റെ ബോർഡാണിത്, ഈ ബോർഡിൽ നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ട് വളരെ പ്രശ്നം കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കൂടാതെ തന്നെ ഇപ്പോൾ തോഷിബയുടെ 5200 1943 2 പെയറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പവർ ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഒരു 10-200 വാട്ടിന് മുകളിൽ 200-250 വാട്ട് വരെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. SD300 എന്നതിൽ എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്ക് 200, അതൊരു മോഡൽ നമ്പറാണ്, 200-250 അതിനകത്തുള്ള വാട്ടിന് നമുക്ക് 4 ohmsൽ മാക്സിമം എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇത്രയും വാട്ട് നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ ബോർഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് പോലെ 55 വോൾട്ട് +- 55 നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് 2 ഫ്യൂസ് ബോക്സൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് സൈഡിൽ ഫ്യൂസ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നല്ലതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു സർക്യൂട്ടിന് എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഫാൻ വയ്ക്കാൻ മറന്നു, ഇത് നല്ല ചൂടാവുന്നൊരു ബോർഡ് തന്നെയാണ്. ഈ പറയുന്ന വോൾട്ടിൽ 55 വോൾട്ടിൽ അത്യാവശ്യം നല്ല ഓഡിയോ കൊടുത്താലും ഓഡിയോ കൊടുത്തില്ലെങ്കിലും ഇത് ചൂടാവുന്ന ഒരു സർക്യൂട്ട്, അങ്ങനത്തെ ഒരു സർക്യൂട്ടാണ് ഈ അപെക്സിൻ്റെ സർക്യൂട്ട്. അപ്പോൾ ചൂടാവും. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങളിവിടെ ഫാൻ കൊടുക്കുക. നല്ല രീതിയിലുള്ള ഹീറ്റ് സിങ്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ബോർഡ് നിങ്ങൾക്ക് ഹീറ്റ് സിങ്കോട് കൂടിയും ഹീറ്റ് സിങ്ക് ഇല്ലാതെ കൂടിയും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കത് എന്താണോ നിങ്ങളുടെ ആവശ്യം അത് അവരുടെ അടുത്ത് പറഞ്ഞ എസ് ഡി ഓഡിയോ ടെക്കിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കിത് അവിടെ പോയി വാങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഈ ബോർഡിൽ ഇപ്പോൾ ട്രാൻസിസ്റ്റർ ഇട്ട് വേണോ, ട്രാൻസിസ്റ്റർ ഇടാതെ വേണോ, ഹീറ്റ് സിങ്ക് വേണോ, ഹീറ്റ് സിങ്ക് വേണ്ടാതെയാണോ അത് വേണ്ടത് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം. ആ രീതിയിൽ പുള്ളി ബോർഡ് നിങ്ങൾക്ക് ചെയ്ത് തരുന്നതാണ്. ഈ ബോർഡിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ഒരു ഓഡിയോ ക്വാളിറ്റിയാണ്. ഇല്ലെങ്കിൽ സബ് വൂഫറിൻ്റെ സൈഡിലാണെങ്കിൽ ബാസ് റെസ്പോൺസ് സൂപ്പറാണ് ഇതിന്. ഞാനിത് ഈ സർക്യൂട്ട് ഞാൻ വേറൊരു ചേട്ടൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിൽ ഇപ്പോഴും നിലവിൽ അത് ഒരു 2 വർഷമായി ഒരു പ്രശ്നങ്ങളില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. കാര്യം ഇതിൻ്റെ ടോൺ ക്വാളിറ്റി, ഇതിൻ്റെ ബാസ് റെസ്പോൺസ് എല്ലാം നല്ല അടിപൊളിയാണ്. സബ് വൂഫറിൻ്റെ സൈഡിൽ നമുക്ക് സബ് വൂഫറിന് വെച്ചാൽ പോലും നല്ല പഞ്ചി ആയിട്ടുള്ളൊരു സൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൽ മാക്സിമം നമുക്കിത് ഈ ഒരു ബോർഡ് ഒരു 20-0-20 അല്ലെങ്കിൽ DC 18-0-18 തൊട്ട് നമുക്ക് ഈ പറയുന്ന 55-0-55 വരെ നമുക്കിത് വളരെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. +/- 55-0-55 ഉദ്ദേശിച്ചത്. AC 55-0-55 അല്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ കത്തിപ്പോൾ നിങ്ങൾ DC ആണ് കൊടുക്കാനുള്ളത്. DC 55-0-55. അപ്പോൾ നല്ലൊരു സർക്യൂട്ടാണ് ഈ ഒരു സർക്യൂട്ട്. ക്ലാസ് AB വിഭാഗത്തിൽപ്പെട്ടൊരു സർക്യൂട്ടാണ്. പക്ഷേ ക്ലാസ് AB ആണെങ്കിൽ പോലും നമുക്ക് ഇതിന് വേണമെങ്കിൽ ക്ലാസ് Aയിലോട്ട് വേണമെങ്കിൽ കൊണ്ടുപോയി ബയാസ് ചെയ്ത് നമുക്ക് ക്ലാസ് Aയിലോട്ടും കൊണ്ടുപോയി നോക്കാം. ഞാൻ കൊണ്ടുപോയിട്ടുള്ളതാണ്, കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആ സമയത്ത് വാട്ട്സ് നമുക്ക് നല്ലതായിട്ട് കുറയും. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഒരു 200 അല്ലെങ്കിൽ 250 വാട്ടിനകത്തുള്ളൊരു ഇതാണ് വേണ്ടത്. നമുക്ക് ആ ഒരു യൂസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പറയുന്നതല്ല, കറക്റ്റ് വാട്ടേജ് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചെറിയ 20 വാട്ടിൻ്റെ 30 വാട്ടിൻ്റെ സ്പീക്കറൊക്കെ പിടിച്ച് കൊടുത്തിട്ട് ഇത് ഓണാക്കി വർക്ക് ചെയ്യിപ്പിച്ച് സ്പീക്കർ കത്തി പോകുന്നുള്ളതിന് ഉറപ്പാണ്. അപ്പോൾ
നിങ്ങൾ മറ്റൊരു കാര്യം ഇതിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉറപ്പായിട്ടും യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നല്ലൊരു ബോർഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് വേണമെന്നുണ്ടെങ്കിൽ SD Audio Techനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സിഗ്നൽ കൊടുക്കേണ്ട ഒരു ഭാഗം ഇവിടെയാണ്. ഈ കാണുന്ന ഭാഗത്താണ് ഇന്നും സിഗ്നലും കൊടുക്കാനുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത് അവിടെ നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഗ്രൗണ്ട് ഔട്ട്, ഈ ഒരു ഭാഗത്താണ് ഈ ഔട്ട് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഭാഗത്താണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കാനുള്ളത്. പിന്നെ ഗ്രൗണ്ട് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഭാഗത്തു നിന്ന് നമുക്ക് ഗ്രൗണ്ട് എടുക്കാം. ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഗ്രൗണ്ട് എടുക്കാം. ഇവിടെ നെഗറ്റീവ് സൈഡാണ്, ഇവിടെ പോസിറ്റീവ് സൈഡാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ബോർഡ് തന്നെയാണ്. ഇതിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉറപ്പായിട്ട് യൂസ് ചെയ്യുക. നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് SD Audio Techനെ കോൺടാക്റ്റ് ചെയ്തിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിക്കുക ഇതിൻ്റെ എത്രയാണ് വില എന്നുള്ളത്. ഷിപ്പിംഗ് ഓൾ ഇന്ത്യ തലത്തിൽ നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് ഇഷ്ടപ്പെട്ടു, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.